നമസ്കാരം, എൻ്റെ പേര് ജോളി രാജേന്ദ്രൻ. ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു കോണാണ് അല്ലേ? അപ്പൊ ഇതിന്റെ പൊസിഷൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? ഫ്ലോറിൽ നിന്നും 10 സെന്റിമീറ്റർ മുകളില്, ഈ വാളിൽ നിന്നും 20 സെന്റിമീറ്റർ അകലെയും, ഈ ഡോറിൽ നിന്നും 30 സെന്റിമീറ്റർ അകലെയും, അങ്ങനെ പറയും അല്ലെ? ഇത് കോണിന്റെ വെർട്ടെക്സ് ആണ് അല്ലെ? അപ്പൊ ഈ ഒരു പോയിന്റിനെ നമുക്ക് 3D റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 3 കോർഡിനേറ്റിന്റെ ഹെൽപ്പ് വേണം അല്ലെ? അതായത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അതുപോലെ ഇസഡ് ആക്സിസ്. ഈ 3 ആക്സിസിനും വിത്ത് റെസ്പെക്റ്റീവ് ആയിരിക്കും നമ്മളൊരു 3 ഡയമെൻഷനിൽ ഒരു പോയിന്റിനെ ഡിഫൈൻ ചെയ്യുക. ഒരു റൂം എന്ന് പറയുന്ന ഒരു 3D സ്പേസ് ആണ് അല്ലെ? അപ്പൊ അവിടെ ഒരു പോയിന്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ആക്സിസ് ആവശ്യമായിട്ട് വരും. എക്സ്, വൈ, ഇസഡ്. ഈ 3 ആക്സിസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ ഒറിജിൻ എന്ന് വിളിക്കും. ഒരു 3D സ്പേസിൽ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുക പി എക്സ് വൈ ഇസഡ് എന്നായിരിക്കും. അടുത്തതായിട്ട് ഒരു വെക്ടറിനെ എങ്ങനെ 3D സ്പേസിൽ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ 3 യൂണിറ്റ് വെക്ടേഴ്സ് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എ എക്സ് ഡിഫൈൻ ചെയ്യുന്നു ഇൻ ദ ഇൻക്രീസിംഗ് ഡയറക്ഷൻ ഓഫ് എക്സ് ആൻഡ് എ വൈ ഡിഫൈൻ ചെയ്യുന്നു ഇൻ ദ ഇൻക്രീസിംഗ് ഡയറക്ഷൻ ഓഫ് വൈ. ഇനി എ ഇസഡ് ഡിഫൈൻ ചെയ്യുന്നു ഇൻ ദ ഇൻക്രീസിംഗ് ഡയറക്ഷൻ ഓഫ് ഇസഡ്. അടുത്തതായിട്ട് ഒരു വെക്ടർ ഉണ്ട്. ആ വെക്ടറിന്റെ എൻ പോയിന്റ്സ് നമുക്കറിയാം, P1 P2. അതിന്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ വെക്ടർ എനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? വെക്ടർ എ ഈസ് ഈക്വൽ ടു x2 - x1 into ax cap plus y2 - y1 into ay cap plus z2 - z1 into az cap. ഇതിനകത്ത് എന്താണ് x2 - x1 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ആ വെക്ടറിനെ നമ്മൾ പ്രൊജക്ട് ചെയ്താൽ എക്സ് ആക്സിസിലോട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ലെങ്ത് ആണ് എന്ത്? x2 - x1. അതിനെ നമുക്ക് ax എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതുപോലെ y2 - y1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ y ആക്സിസിലേക്ക് ഓർത്തോഗണൽ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ് y2 - y1. അത് നമുക്ക് ay എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ x2 - x1 നമുക്ക് az എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വെക്ടർ എ എന്ന് പറയുന്നത് ax into ax cap plus ay into ay cap plus az into az cap എന്ന് നമുക്ക് എഴുതാൻ പറ്റും. വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? √(ax² + ay² + az²). ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ? ഇങ്ങനെ കണ്ടുപിടിക്കും. വെക്ടർ എയുടെ അതേ ഡയറക്ഷനിലാണ് യൂണിറ്റ് വെക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആ വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എന്ത്? യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ. സോ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ ക്യാപ് വിൽ ബി ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അടുത്തതായിട്ട് ഒരു പ്രോബ്ലം നോക്കാം. Write down the vector represented by P1, P2 in terms of ax, ay, az if P1 and P2 are given. P1 and P2 തന്നിട്ടുണ്ട്, അതായത് n പോയിന്റ്സ് തന്നിട്ടുണ്ട്. 3, 4, 7. പിന്നെന്താണ്? P2 എന്ന് പറയുന്നത് 4, -1, 6 തന്നിട്ടുണ്ട്. നമ്മുടെ വെക്ടറിന്റെ ഇക്വേഷൻ എഴുതാനാണ് ചോദ്യം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? വെക്ടർ എയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. വെക്ടർ എ എന്ന് പറയുന്നത് എന്താണ്? x2 - x1 into ax cap plus y2 - y1 into ay cap plus z2 - z1 into az cap ആണ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? x2 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 4 ആണ്. 4 - 3 4 - 3 into ax plus y2 എന്ന് പറയുന്നത് എന്താണ്? -1 - 4 into ay plus 6 - 7 into az എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇതെന്താണ്? ax -5ay az. ഇതാണ് വെക്ടർ എയുടെ എക്സ്പ്രഷൻ. അടുത്ത പ്രോബ്ലം, 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട് എ ബി സി. എന്നിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് a - സിയുടെ മാഗ്നിറ്റ്യൂഡ്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു √(ax² + ay² + az² ആണെന്നറിയാം അല്ലെ? അപ്പം ax എന്താണ്? ax എന്ന് പറയുന്നത് ഈ കേസിൽ 3 ആണ്. 3² plus ay എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ് അല്ലെ? 4² plus az എന്താണ്? 0 ആണ്. അപ്പം എന്ത് കിട്ടും? √9 +
16 അല്ലെങ്കിൽ 5 എന്ന് കിട്ടും ആൻസർ. ഇനി അടുത്ത പാർട്ട് എന്താണ്? എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? എ പ്ലസ് ബി കണ്ടുപിടിക്കണം. എ വെക്ടർ എ നമുക്കറിയാം. വെക്ടർ എ എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ എ ഈസ് ഈക്വൽ ടു 3ax പ്ലസ് 4ay ആണ് അല്ലെ. എന്താണ് വെക്ടർ ബി? വെക്ടർ ബി എന്ന് പറയുന്നത് 2ax പ്ലസ് 2ay മൈനസ് 2az ആണ് അല്ലെ. അപ്പൊ വെക്ടർ എ പ്ലസ് ബി എങ്ങനെ കണ്ടുപിടിക്കും? എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സിമിലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സിന്റെ കോഎഫിഷ്യൻസിനെ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ നോക്കിക്കേ, എ എക്സും എ എക്സും, അപ്പം എന്ത് കിട്ടും? 5ax എന്ന് കിട്ടും അല്ലെ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6ay എന്ന് കിട്ടും. ഇവിടെ az കമ്പോണന്റ് 0 ആണ്. അപ്പൊ നമുക്ക് മൈനസ് 2az എന്ന് കിട്ടും. ഇതാണ് എ പ്ലസ് ബി. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? 5 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ എന്ത് കിട്ടും? 25 പ്ലസ് 36 പ്ലസ് 4 ഇതിന്റെ റൂട്ട്. അതെന്ന് പറയുമ്പോ 8.06 എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം എ മൈനസ് സി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ മൈനസ് സിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ ആദ്യം അതിനു വേണ്ടി എ മൈനസ് സി കണ്ടുപിടിക്കാം. എ എന്താണ്? എ എന്ന് പറയുന്നത് 3x പ്ലസ് 4ay ആണ് അല്ലെ. ഇനി അത് മൈനസ് സി, സി എന്ന് പറഞ്ഞാൽ എന്താണ്? 3ax മൈനസ് 4ay. അപ്പോൾ മൈനസ് 3ax പ്ലസ് 4ay അല്ലെ. ഇനി കോഎഫിഷ്യൻസിനെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. 0 ഇൻറ്റു ax. ഇനി ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 8ay എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് സി എന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് 8 ആയിരിക്കും. അടുത്തതായിട്ട് പൊസിഷൻ വെക്ടർ എന്താണെന്ന് നോക്കാം. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെക്ടർ കണക്ടിങ് ദ ഒറിജിൻ ആൻഡ് എ പർട്ടിക്കുലർ പോയിന്റ്. അതായത് x1 y1 z1 എന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നും ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഡയറക്റ്റ് ലൈൻ സെഗ്മെന്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമുക്ക് സേ വെക്ടർ എ എന്ന് തന്നെ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെക്ടർ എ ഈസ് ഈക്വൽ ടു x1 മൈനസ് 0 ഇൻറ്റു ax പ്ലസ് y1 മൈനസ് 0 ഇൻറ്റു ay പ്ലസ് z1 മൈനസ് 0 ഇൻറ്റു az ആയിരിക്കും അല്ലെ. അതായത് വെക്ടർ എ എന്ന് പറയുന്നത് x1 ax പ്ലസ് y1 ay പ്ലസ് z1 az ആയിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത ഒരു പോയിന്റ് എടുക്കുക. സേ ഇതിനെ ഞാൻ P1 എന്ന് വിളിക്കുന്നു, ഇതിനെ P2 എന്ന് വിളിക്കുന്നു. അപ്പൊ x2 y2 z2 എന്ന് പറഞ്ഞൊരു പോയിന്റ്. അപ്പം ഈ ഇതിനെ സേ ഞാൻ B എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ പൊസിഷൻ വെക്ടർ എന്താണ്? B ഈസ് ഈക്വൽ ടു x2 ഇൻറ്റു ax പ്ലസ് y2 ഇൻറ്റു ay പ്ലസ് z2 ഇൻറ്റു az ആണ് അല്ലെ. ഇനി ഞാൻ പറയാണ്, ഒരു ഒബ്ജക്റ്റ് P1 നിന്നും P2ലേക്ക് മൂവ് ചെയ്യുന്നു. അതായത് ഇവിടെ നിന്നും P1 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? ഇതാണ് P1 അല്ലെ. P1 നിന്നും P2ലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഡിസ്റ്റൻസ് കവർ ചെയ്യും അല്ലെ. ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഈ വെക്ടറിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയും. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വെക്ടർ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ആ ഡിസ്റ്റൻസ് വെക്ടറിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഡിസ്റ്റൻസ് വെക്ടറിന്റെ ഇക്വേഷൻ നമുക്ക് ട്രയാങ്കുലർ ലോ ഓഫ് അഡിഷൻ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാം. അതിന്റെ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും. അതായത് ഇതിനെ ഞാൻ R12 എന്ന് വിളിക്കുകയാണ്. ഈ വെക്ടറിനെ R12 എന്ന് വിളിക്കുകയാണ്. അപ്പൊ R12 വിൽ ബി ഈക്വൽ ടു x2 മൈനസ് x1 ഇൻറ്റു ax പ്ലസ് y2 minus y1 into ay plus z2 minus z1 into az. ഇതായിരിക്കും ഡിസ്റ്റൻസ് വെക്ടർ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ നോക്കി?
സ്പേസ് വെക്ടർ എന്താണെന്ന് നോക്കി. അതായത് ഒരു വെക്ടറിനെ എങ്ങനെ ത്രീ ഡയമെൻഷണൽ സ്പേസിൽ റെപ്രസെന്റ് ചെയ്യാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എന്ന് നോക്കി. പിന്നെ എന്താണ് പൊസിഷൻ വെക്ടർ നോക്കി, എന്താണ് ഡിസ്റ്റൻസ് വെക്ടർ നോക്കി. ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് വെക്ടർ പ്രോഡക്ട്സ്, അതായത് സ്കെയിലാർ പ്രോഡക്റ്റും വെക്ടർ പ്രോഡക്റ്റും എന്താണെന്ന് നോക്കാം. താങ്ക്